ഹലോ മലയാളീസ്, നമ്മൾ ഇന്ന് ബിഗിനേഴ്സ് ചാലഞ്ചിൽ ഡേ 8 ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ഡേ 7 ഒന്ന് റിവൈസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, നമ്മൾ റിവൈസ് ചെയ്യുന്ന മുന്നേ നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മൾ കളേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചല്ലേ? കളേഴ്സിന്റെ പേരുകൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് റിവൈസ് ചെയ്യാം ആദ്യം. അപ്പോൾ കളറിന്റെ പേരുകൾ ലാൽ, ഹര, കാല, സഫേദ്, പിന്നെ ഏതായിരുന്നു നീല ട്ടോ എന്നീ കളേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സെന്റൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ സെന്റൻസ് നമ്മൾ ഈ കളേഴ്സ് വെച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത്. मेरा किताब लाल है, मेरे किताब लाल है, मेरे बाल काले हैं, मेरे बाल काले हैं, ये नीला पेन है, यह नीला पेन है, ये सफेद पेपर है, ये सफेद पेपर है അല്ലെങ്കിൽ കാഗസ് है എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഡേ 7 ഒന്ന് റിവൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കയറാണ്. ഇന്ന് ഡേ 8 ആണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഡേ 8 നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും ഡെയിലി ഉണ്ടാവുന്ന വസ്തുക്കളുടെ പേര് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? ഇരിക്കുന്നത് ചെയറിലാണ്. അപ്പൊ ചെയറിന് നമ്മൾ കുർസി എന്നാ പറയാ. ചെയറിനെ കുർസി എന്ന് പറയും, കുർസി. ഓക്കെ, എൻ്റെ മുന്നിൽ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിനെ ഞാൻ മേസ് എന്നാണ് പറയേണ്ടത്. ടേബിളിനെ മേസ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, എൻ്റെ അടുത്തൊരു ബാഗ് ഉണ്ട്. ബാഗിന് ബാഗ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാം. ഇവിടെ ഒരു ഡോർ ഉണ്ട്. ഡോറിന് ദർവാസ എന്ന് പറയും. ഡോറിന് ദർവാസ എന്നാണ് പറയേണ്ടത്. ഒരു ജനവാതിലുണ്ട്. വിൻഡോക്ക് ഖിടുക്കി എന്ന് പറയാം. എന്താണ്? ഖിടുക്കി എന്നാണ് പറയേണ്ടത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് സെന്റൻസസ് നോക്കിയാലോ? അപ്പൊ നമ്മൾ സെന്റൻസ് പറയാൻ പോണ ഇത് ചെയറാണ്. യ കുർസി ഹെ, യ കുർസി ഹെ. ഇത് ചെയറാണ് പറയാൻ. യഹ് കുർസി ഹെ. അപ്പൊ ഇത് ടേബിൾ ആണ് പറയണോ? യഹ് മേസ് ഹെ, യഹ് മേസ് ഹെ എന്ന് പറയാം. അപ്പൊ അത് എൻ്റെ ബാഗാണ്, അത് എൻ്റെ ബാഗാണ്. വ മേരാ ബാഗ് ഹെ, വ മേരാ ബാഗ് ഹെ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദർവാസ ആണ് അല്ലേ? അപ്പോൾ ദർവാസ, ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യോ, ഈ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യോ എന്ന് പറയാൻ ദർവാസ ഖോലിയേ, ദർവാസ ഖോലിയേ. ക്ലോസ് ദ വിൻഡോ. ഒന്ന് നമ്മളെ ജനവാതിലൊന്ന് ക്ലോസ് ചെയ്യാൻ പറയാനേ നമ്മൾ പറയേണ്ടത് ഖിടുക്കി ബന്ദ് കരോ, ഖിടുക്കി ബന്ദ് കരോ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ഇനി ഡയലോഗ്സ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഡയലോഗ്സ് ഇതെന്താണ്? യേ ക്യാ ഹേ. ഇതെന്താണ്? യഹ് ക്യാ ഹേ. ഇത് എൻ്റെ ബാഗാണ്. യഹ് മേരാ ബാഗ് ഹേ, യഹ് മേരാ ബാഗ് ഹേ എന്നാണ് പറയേണ്ടത്. ഓക്കെ, കുർസി കഹാ ഹേ, കുർസി കഹാ ഹേ. കുർസി എന്താണ്? ചെയർ ആണല്ലേ? ചെയർ എവിടെയാണെന്നാണ് ചോദിച്ചത്. ചെയർ എവിടെയാണ് ചോദിക്കാൻ കുർസി കഹാ ഹേ. കുർസി യഹാ ഹേ. കുർസി ഇവിടെയുണ്ട്. കുർസി യഹാ ഹേ. കുർസി ഇവിടെയുണ്ട്, ചെയർ ഇവിടെയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഒന്ന് റിവൈസ് ചെയ്യാണ്. റിവൈസ് ചെയ്യുന്നത് നമ്മളെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അല്ലേ? അപ്പം നമ്മൾ പഠിച്ചത് കുർസി, മേസ്, ബാഗ്, ഖിടുക്കി, ദർവാസ എന്നീ വാക്കുകളാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഇനി ഇതിൻ്റെ സെന്റൻസുകൾ നോക്കാം നമുക്ക്. യഹ് കുർസി ഹേ, യഹ് കുർസി ഹേ, യഹ് മേസ് ഹേ, ദർവാസ ഖോലിയേ, ദർവാസ ഖോലിയേ, ഖിടുക്കി ബന്ദ് കരോ, ഖിടുക്കി ബന്ദ് കരോ, യഹ് മേരാ ബാഗ് ഹേ, യഹ് മേരാ ബാഗ് ഹേ. ഇനി നിങ്ങൾക്കുള്ള ചാൻസ് ആണ്. നിങ്ങൾ കമന്റ് ചെയ്യുക, ഇതൊരു പേനയാണ്. എങ്ങനെ ഹിന്ദിയിൽ പറയാന്ന് കമന്റ് ചെയ്തു. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫിർ മിൽത്തെ ഹേ, ബൈ ബൈ.